ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇവിടെ നമ്മുടെ എപ്പാർട്ട് പൊളിറ്റിക്സ് ഇപ്പോൾ ഈ മുരാരി ബാബുവിന് ജാമ്യം കിട്ടി. ആദ്യ ജാമ്യമാണ്, അല്പസമയത്തിന് അദ്ദേഹം പുറത്തിറങ്ങും. എന്താ 90 ദിവസം എന്നുള്ളത് ജാമ്യം കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് വാദമാണ്. മുരാരി ബാബു അത് ഉന്നയിച്ചു, ജാമ്യം കിട്ടി. പിന്നാലെ ഓരോരുത്തർ ഇറങ്ങാൻ പോകുന്നു. ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല. ശ്രീ ജോർജ് ജോസഫ്, ഈ ജാമ്യം SITക്ക് കിട്ടുന്ന മർമ്മത്തടിയാണ്. കോടതി എന്ത് തൃപ്തമായ അന്വേഷണമാണെന്ന് പറഞ്ഞാലും ജോർജ് ജോസഫ് അങ്ങനെ തന്നെയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം SIT ഇത് നേരത്തെ മുതലേ ഇതിലൊരു പ്രതീക്ഷ വേണമായിരുന്നു. കാരണം ഞാനത് പല സന്ദർഭത്തിലും 24 തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കുറ്റച്ചാർജ് ഇവരുടെ പേരിൽ കൊടുത്തിരുന്നെങ്കിൽ ആ ട്രയൽ അങ്ങ് നടക്കും, അവർ കസ്റ്റഡി കിടന്നേനെ. ഇപ്പം മാൻഡേറ്ററി ആയിട്ട് ജാമ്യം കൊടുത്തല്ലേ പറ്റൂ, കോടതി കുറ്റം പറയാനൊക്കില്ല. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ പ്രൊസീജിയർ കോഡ് ഓഫ് BNSS പ്രകാരമാണെങ്കിൽ ഒരു 10 വർഷത്തിനകം അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, ലൈഫ് ഇംപ്രിസ്മെന്റ്, 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ളവരെ അവരെയാണ് 90 ദിവസം വരെ റിമാൻഡിൽ വെക്കുന്നത്. 10 വർഷത്തിനകം ശിക്ഷയുള്ള കേസുകളിൽ 60 ദിവസം വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ കോടതിയുടെ കനിവുകൊണ്ടായിരിക്കാം ഈ കേസിനകത്ത് എന്തായാലും ശരി 90 ദിവസവും കഴിഞ്ഞ ശേഷമാണ് മുരാരി ബാബുവിന് ജാമ്യം കൊടുത്തത്. ആ 90 ദിവസത്തിനകത്ത് ഒരു പൊട്ടച്ചാർജെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ട്രയൽ അങ്ങ് തുടങ്ങിയേനെ. അതിന് SIT ആ കാര്യത്തിൽ ഫെയിലിയർ ആയി എന്ന് തന്നെ പറയേണ്ടി വരും. അത് തന്നെയല്ല, ഇതിനകത്ത് നിയമപ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. കാരണം ഇപ്പോഴൊരു മൂന്നാമതൊരു കേസ് എടുത്തിട്ട് കുടിമരത്തിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് 1998 മുതൽ 2025 വരെ 10, 24, 25, 26 കേസ് എടുക്കണം വരും. ഓരോ വർഷത്തിന് ഒരു കേസെങ്കിലും എടുക്കണ്ടേ. അപ്പോൾ അത് ഇതുവരെ എടുത്തിട്ടില്ല. അത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അത് വളരെ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലെന്ന് അത് ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവർ ഓരോരുത്തരും ജാമ്യത്തിൽ പോകും. അത് നമുക്ക് തടസ്സം ചെയ്യാൻ പറ്റില്ല, കോടതിയെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അത് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തേ വെക്കുള്ളൂ. കൊലക്കേസ് പ്രതിയായാലും ശരി, അവരെ ഒരു 90 ദിവസത്തിനുള്ളിൽ 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ റിമാൻഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇന്ത്യയിലെ നിയമം കിടക്കുന്നത്. അത് 167 BNS 167 CRPC അനുസരിച്ചും BNS 189 അനുസരിച്ചും അതാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോടതി ജാമ്യം കൊടുക്കുന്നതിന് കുറ്റപ്പെടുത്താനൊക്കില്ല. പക്ഷേ SITയുടെ ഇപ്പോഴത്തെ നിലവാരം ഞാൻ പല കാര്യത്തിലും നോക്കിക്കഴിഞ്ഞപ്പം പല വിട്ടുവീഴ്ചകൾ SIT ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തുള്ള ഇപ്പോഴും വിജിലൻസ് കോടതിയിൽ ഈ FIR കൊടുത്തിട്ട് പ്രതികളെ അവിടെ ഹാജരാക്കിയത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വിജിലൻസിൻ്റെ ആംഗിളിൽ വരുന്നത് 2 സെക്ഷനേ ഉള്ളൂ. അതിനകത്ത് ഗ്രാറ്റിഫിക്കേഷൻ വേണം. സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു ഫേവർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൊരു കാര്യം നടത്താൻ വേണ്ടി പൈസ വാങ്ങിക്കുന്നതാണ് വിജിലൻസിൻ്റെ ആംഗിളിൽ വരുന്നത്. ആ ആംഗിളിൽ തന്നെ ഇവരാരെങ്കിലും അവർ ഗവൺമെൻറ് സെർവൻ്റ് ആണെങ്കിൽ അവർ വിജിലൻസിന് ആ കോടതിയുടെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ സംശയമാണ്. അത് സെക്ഷൻ 7, സെക്ഷൻ 13 പ്രിവെൻഷൻ PC ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി ഒരു കാര്യം നടത്താൻ വേണ്ടി പണം വാങ്ങുന്നതിനാണ്. പക്ഷെ ഇവർ പണം വാങ്ങിച്ചപ്പോൾ അത് വിജിലൻസ് ആംഗിളിലാണ് പോയിരിക്കുക. എനിക്കതിൽ വലിയ തർക്കമുണ്ട്. കാരണം അത് ക്രിമിനൽ ഒഫൻസാണ് അവർ ചെയ്തിരിക്കുന്നത്. അവർ രാത്രിയും പകലും ചില മാനിപ്പുലേഷനൊക്കെ നടത്തിയിട്ട് അവിടെ കൊള്ളയെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കൊള്ള നടത്തി കൊണ്ടുപോയിരിക്കുകയാണ്. കൊള്ള നടത്തുന്നത് അപ്പോൾ രാത്രി കയറി മോട്ടിക്കുന്നത് എന്താ 457 വരണ്ടേ, അല്ലെ പകൽ മോട്ടിച്ചുകൊണ്ട് പോയാൽ 454 വരണ്ടേ? അത് ഒരു 14 വർഷം വരെ ശിക്ഷ വരും 457 രാത്രി മോട്ടിക്കുന്നത്. ഏമാര് മോഷണമല്ലേ നടത്തിയത്. അതിനകത്ത് ടെക്നിക്കലായിട്ട് ഇങ്ങനെ പല വാദഗതികളും പറയുന്നുണ്ടെങ്കിലും കോടതിയിൽ നിന്ന് എല്ലാവരും ജാമ്യത്തിൽ കേസ് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. ഇതുവരെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം ഒന്നും കണ്ടെത്തിയിട്ടില്ല. തൊണ്ടി ഇപ്പം ഇല്ല. എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് കോടതിക്ക് അത് അല്ലല്ല ജോർജ് ജോസഫ്, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ കൊള്ള നടന്നു, മാരകമായ ക്ഷേത്രക്കൊള്ള നടന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് SIT സ്ഥിരീകരിക്കുന്നു. കോടതി അത് SIT അല്ല, കോടതി ആദ്യം കോടതി കൺവിക്ഷൻ SIT അന്വേഷിച്ച് കണ്ടെത്തി. അതിന്റെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ അകത്തുമായി. ഇനി കൂടുതൽ പേർ പ്രതികളാവാൻ അകത്തൊക്കെ പോകാനുണ്ടോ എന്ന് SIT തീരുമാനിക്കട്ടെ. പക്ഷേ ഇതിന് അടിത്തറ എന്താണ്? അടിത്തറ താങ്കൾ പറയുന്നത് പോലെ ഇതിന്റെ തൊണ്ടിയാണ്. അതായത് കേരളത്തിലെ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ സംഭവം എവിടെയാണെന്ന് മാസങ്ങൾക്കിപ്പുറം SIT കണ്ടെത്താൻ കഴിയുന്നില്ല. ആകെ പറഞ്ഞത് ആ റൊദ്ദൻ ജ്വല്ലറിൽ എന്തോ എടുത്തു, അതല്ല, എന്തോ സ്വർണ്ണക്കട്ടി, അത് ആ തൊണ്ടിയായിട്ട് കൂട്ടുന്നില്ല പോലീസ്, SIT തന്നെ. അത് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണം അല്ലല്ലോ, അതിന് പകരം സ്വർണം കൊടുത്തതന്നല്ലേ ഉള്ളൂ. അതായത് EDയുടെ നീക്കം എന്തായാലും വളരെ നന്നായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന പണം
അത് ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ മെമ്പേഴ്സുമാർ അതിനകത്ത് ഇതുവരെ അറസ്റ്റ് ചെയ്തവരും ഇനി അറസ്റ്റ് ചെയ്യാനുള്ളവരുമല്ല ധാരാളം പണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ പണത്തിന്റെ ഫ്ലോ ഏതായാലും ഇഡിക്ക് മനസ്സിലായി. അത് വിദേശത്തേക്കും പണം പോയിട്ടുണ്ടാവും, അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഇവരെല്ലാം വിദേശ യാത്രകൾ 10, 13, 14 പ്രാവശ്യം നടത്തിയവരുണ്ട്. അതൊക്കെ 14, 15 പ്രാവശ്യം ഒരാൾ വിദേശയാത്ര നടത്തിയ ഏകദേശം 2 കോടി രൂപയുടെ അടുത്ത് ചിലവാകും. എത്രയൊക്കെ രാജ്യങ്ങളാണ് അവർ പോയി കാണുന്നത്. ഇതിനൊക്കെ പണം എവിടുന്നാണ്? അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നല്ലേ വരാൻ ഒക്കുള്ളൂ. അങ്ങനെ വന്ന പണം അതിന്റെ സോഴ്സുകളാണ് ഇഡി. അത് ഇഡിക്ക് കുറച്ചധികം ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് 100, 110 പേര് കേരളത്തിൽ വന്നിട്ട് അവർ കേസുകൾ എല്ലാത്തിലും കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ SITയുടെ ഇപ്പോഴത്തെ ആളിന്റെ കുറവ് കൊണ്ടാണോ എന്തായാലും ശരി, അവര് വിജിലൻസ് കോടതിയിൽ ഇവരെ റിമാൻഡ് ചെയ്തതിനെ പറ്റി വലിയ തർക്കമുണ്ട് എനിക്ക്. അത് തീർച്ചയായിട്ടും ആ കൊള്ളയെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉദ്ദേശിച്ച വാക്കിനെ ആഷിം പറഞ്ഞത് അത് തന്നെ, കൊള്ളയാണ്. അത് രാത്രിയും പകലും അവിടുന്ന് പൊളിച്ചുകൊണ്ട് പോയി. അത് കുറ്റമല്ലേ? അത് കൊള്ളയല്ലേ? അത് 457, 454 IPCക്കകത്ത് വരുന്നതല്ലേ? അപ്പൊ ആ രീതിയിലോട്ട് നിങ്ങൾ ഇത് ജാമ്യം കിട്ടാനായിട്ട് വളരെ ഈസിയായി ഈ വാദഗതി ഹൈക്കോടതിയിൽ എന്തായാലും വരും. അത് തടയണ്ടേ? അതുകൊണ്ട് ഇനി ഓരോരുത്തർ ജാമ്യത്തിന് പോകും. കാരണം സിക്കായവർ പലരും ഉണ്ട്. അവർക്ക് കുറച്ചുകൂടെ കൺസിഡറേഷൻ കോടതി കൊടുത്തല്ലേ പറ്റുള്ളൂ. കാരണം അത് സിക്കായിട്ട് എന്തായാലും സിക്കാരുടെ ഏജും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ജാമ്യം കൊടുത്തേ വെക്കുള്ളൂ. അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നത് അങ്ങ് പോട്ടെ, അത് അങ്ങ് കോടതി കൊടുത്തുകൊണ്ടേയിരിക്കും. ആ മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് കോടതി കൊടുത്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് തടയാൻ പറ്റില്ല. ഇവരെ എല്ലാവരും തടവിലിട്ടുകൊണ്ട് ഒരു ട്രയൽ നടക്കില്ല. രാഷ്ട്രീയമായി പല പല പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. SIT എന്തുകൊണ്ടാണ് ആ ഓഫീസേഴ്സ് ചിലരുടെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ച ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്യാനുള്ളവരെ മൊത്തമായിട്ട് അങ്ങ് അടച്ചു തീർക്കുക. 5 പേരെ അറസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനല്ലേ ദേവസ്വം ബോർഡ് ബെഞ്ച് പറഞ്ഞത്. അറസ്റ്റ് ചെയ്യാനുള്ളവരെ അറസ്റ്റ് എന്തിനാണ് അതിന്റെ തടസ്സം നിൽക്കുന്നത്? അവരുടെ രാഷ്ട്രീയ മുഖം എന്തിനാണ് നോക്കുന്നത്? ചെയ്യാനുള്ള കൃത്യമായിട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിലേക്ക് SIT വരുന്നില്ല. എന്താണ് തടസ്സമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു 1, 2 വേണ്ട, 2019 ഒരു സംഭവം മാത്രം കുറ്റച്ചാർജ് കൊടുക്കാമല്ലോ. തൊണ്ടി ശകല കുറച്ചെങ്കിലും കിട്ടുമെന്ന് നോക്കിയാൽ മതിയല്ലോ. അതിപ്പോ അവര് ആ പ്രതികൾ ഇവരോട് സഹകരിക്കുന്നില്ല. അവരുടെ സഹകരണമൊന്നും വേണ്ട, അല്ലാതെ കണ്ടെടുക്കണമല്ലോ. ആ ഒറിജിനൽ ഇതുവരെ നമുക്ക് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയ ധാരപാലക ശില്പത്തിലെ പാളികളോ കട്ടലപ്പടിയിലെ പാളികളോ നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല. അത് പോയി കഴിഞ്ഞു. അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനമല്ലേ എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. അതിപ്പം ISROയുടെ ആ എക്സാമിനേഷൻ കൂടി നമുക്കത് കൃത്യമായി. അവിടെ ഏകദേശം ഈ 2 സ്ഥലത്തുനിന്ന് ഏകദേശം എൻ്റെ ഒരു കണക്കനുസരിച്ച് അത് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞതാണ്. ഏകദേശം ഒരു സ്ഥലത്തുനിന്ന് കട്ടിലപ്പാടിയിൽ നിന്ന് 59 പവൻ 409 ഗ്രാം 51 പവനായിട്ടാണ് ഞാൻ 51 പവൻ ഇപ്പൊ 51 കോടിയാണെന്ന് വിചാരിച്ചോണം. 720ഓളം ഗ്രാം വരുന്നുണ്ട്. 72 കോടിയാണ്. അപ്പൊ ഏകദേശം 123 കോടിയുടെ വസ്തുക്കൾ അടിച്ചു മാറ്റിയിരിക്കുന്നു കൃത്യമായിട്ട് 2019 മാത്രം. അതിപ്പോ ISR റിപ്പോർട്ടിൽ നിന്ന് അതാണ് അതിന്റെ കണക്ക്. അതുകൊണ്ട് ഇത് എവിടുന്ന് കണ്ടെടുക്കാനാണ്? ഇത് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയാൽ അവിടെയല്ലേ പ്രോബ് ചെയ്യേണ്ടത്. അത് ഇതുവരെ അവിടെ ആ പ്രോബിങ്ങിനെ പറ്റി ഒരു വിവരം അറിയില്ല. താങ്കൾ ഈ പറഞ്ഞ കണക്ക് സ്വർണ്ണത്തിന്റെ കണക്കാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ ശാസ്ത്രീയ പരിശോധനയ്ക്കൊടുവിൽ ഇത് സ്വർണ്ണം ഇളക്കി കൊണ്ടുപോയോ, ഇത് അങ്ങനെ കടത്തിയോ എന്നുള്ള കാര്യം പോലും നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു ED അന്വേഷിച്ചു. പക്ഷേ ED അന്വേഷിച്ച സാമ്പത്തിക സൈഡില്ല. ഭഗവാന്റെ സ്വത്ത് എവിടെ പോയി എന്ന് ED അന്വേഷിച്ച് കണ്ടുപിടിക്കില്ല. അത് കണ്ടുപിടിക്കേണ്ട SIT ആണ്. ഇല്ലില്ല, അതില്ല. അത് ശരിയാണ്. അന്വേഷണ SITക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതേപടി കടത്തിയിട്ടുണ്ട്. ISROയുടെ ആ റിസൾട്ട് വന്നല്ലോ. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒറിജിനൽ സാധനം അല്ല, അത് കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സാധനം കണ്ടെടുക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ബദൽ മാർഗങ്ങൾ SIT സ്വീകരിക്കുന്നതാണ് നല്ലത്. കാരണം അതുകൊണ്ട് കേസ് വീക്ക് ആവുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത് കാര്യത്തിൽ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളിലൂടെ നീങ്ങുന്നില്ലെന്നേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? ആ അറസ്റ്റ് ചെയ്തവരെ ആയക്കടെ ഏതെങ്കിലും ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക. ഇപ്പൊ 3 കേസേ വന്നിട്ടുണ്ട്, FIR എടുത്തിട്ടുള്ളൂ. 10-24 കേസ് ഇനി എടുക്കാനുണ്ട്. അതൊക്കെ കൃത്യമായ ഒരു പുതിയ ടീം ഉണ്ടാക്കിയിട്ട് അങ്ങ് കേസ് എടുത്തുകൊണ്ടിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.